പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 3 സ്ഥാനാർത്ഥികളും ഉറപ്പിച്ച ലക്ഷണമാണ് കാണുന്നത്. നമ്മുടെ BJPക്ക് വേണ്ടി ആർ ശ്രീലേഖ അവர்களுം കോൺഗ്രസിന് വേണ്ടി കെ മുരളീധരൻ അദ്ദേഹം മത്സരിക്കുന്നു. CPMന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച VK പ്രശാന്താണ് മത്സരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ശ്രീലേഖയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൗൺസിലർ സ്ഥാനത്ത് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അവർക്ക് നിയമസഭാ സാമാജികത്വം എന്ന് പറയുന്നത് അന്യം നിൽക്കുന്ന ഒന്നല്ല. എങ്കിൽ തന്നെയും കുറച്ച് പരിചയക്കുറവ് ഉള്ളതിനാൽ വലിയ പ്രസക്തി വരുന്നില്ല. മത്സരത്തിൽ കാര്യമായ ഒരു മത്സരം ഉണ്ടാകുമെങ്കിലും അവർ നിൽക്കുന്നതിൽ വലിയ പ്രസക്തി തോന്നുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാൻഡിഡേറ്റാണ്, ഒരു കുഴപ്പമില്ല, ന്യായമായ കാര്യം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ നേരത്തെ ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കെ മുരളീധരന്റെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കുമെന്ന് അവിടുത്തെ പൊതുജനത്തിന്, ആ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നന്നായി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തുടനീളം ഒരു UDF തരംഗമാണ് ഉണ്ടാകുന്നതെങ്കിൽ കെ മുരളീധരൻ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ പ്രശാന്ത് പരിപൂർണമായും പരാജയപ്പെടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ അദ്ദേഹത്തിനും അനുകൂലമായ ഘടകം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ നമ്മുടെ സർക്കാരിനോടുള്ള പൊതുവെയുള്ള ഒരു ജനവിരുദ്ധ വികാരം അത് വോട്ടായി മാറുകയാണെങ്കിൽ തീർച്ചയായും പ്രശാന്തിന് വലിയ തിരിച്ചടി സംഭവിക്കാനാണ് സാധ്യത. പ്രശാന്തിനോട് വ്യക്തിപരമായി ആ മണ്ഡലത്തിൽ ആർക്കും യാതൊരു ശത്രുതയില്ല. പക്ഷേ പൊതുവെ ഗവൺമെന്റിനോടുള്ള ഒരു വൈരാഗ്യം അത് പ്രശാന്തിനോട് പോലും തീർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ നല്ല ശക്തമായ ഒരു മത്സരം തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉണ്ടാകും. നമ്മുടെ ഒരു നഗരത്തിൻ്റെ ഹൃദയഭാവം എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ മത്സരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. മറ്റ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.